ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ ഒരു വിൻഡോ ഷോപ്പിങ്ങിന് പോയപ്പോഴത്തേക്ക് ഇതുപോലെ എടുത്തൊരു വീഡിയോ ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു ഷോപ്പാണ്. എപ്പോഴും ഇവിടെ ഈ ഭാഗത്ത് പോകുമ്പോഴത്തേക്ക് ഞാൻ വിസിറ്റ് ചെയ്യുന്ന ഷോപ്പാണ്. എപ്പോഴും വിസിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു ചെറിയ സാധനമെങ്കിലും ഷോപ്പ് ചെയ്യാറുണ്ട്. അത്രയ്ക്ക് കണ്ടാൽ നമുക്ക് എല്ലാം എടുക്കാൻ തോന്നും. അതുപോലത്തെ ഒരു ഷോപ്പാണ്. കുട്ടി ഷോപ്പാണ് കേട്ടോ. ബട്ട് അവർക്ക് ഉള്ള ഐറ്റംസ് എ ടു സെഡ് എല്ലാ ഐറ്റംസും നല്ല ക്വാളിറ്റി, അതുപോലെ നല്ല യുണീക്ക് ഡിസൈൻസ്, അതുപോലെ കളേഴ്സ് എല്ലാം നല്ല ഒരു ഭയങ്കര ഭംഗിയാണ്. ഓരോ ഐറ്റംസും കണ്ടില്ലേ, ഭയങ്കര ഡിഫറെൻറ്റ് കളേഴ്സിലാണ്. അതുപോലെ ഈ ഓരോ ചെറിയ സാധനങ്ങളൊക്കെ ഇതിനൊക്കെ വരുന്നത് ഐ തിങ്ക് 16 ദിറംസോ 10 ദിറംസോ അങ്ങനെയൊക്കെയാണ് കേട്ടോ. ബട്ട് എല്ലാം നല്ല യുണീക്ക് ആൻഡ് ക്യൂട്ടായിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. അതുപോലത്തെ ഓരോരോ ഐറ്റംസ് ആണ്. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ എപ്പോഴും ഒരു ടീപോട്ട് കാണിക്കാറുണ്ട്. അത് എപ്പോഴും കുറേ പേര് ചോദിക്കാറുണ്ട് ഇത് എവിടുന്നാണ് വാങ്ങിയെന്ന്. അപ്പോൾ അത് ഞാൻ ഈ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. കുറേ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. ഞാൻ വാങ്ങിയതിന് 75 ദിറംസോ 80 ദിറംസാണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറഞ്ഞ പ്രൈസിൻ്റെ ഉണ്ട്. ഈ ഒരു ടൈപ്പാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. ഐ തിങ്ക് 85 ദിറംസ് ആണെന്ന് തോന്നുന്നു. ഞാൻ അന്ന് വാങ്ങിച്ചപ്പോൾ 85 ദിറംസ് ആയിരുന്നു. പിന്നെ അതിൻ്റെ കുറഞ്ഞത് ചെറിയ പീസസ്, അതുപോലെ തന്നെ ചെറിയ വേറെ ഡിസൈൻസിലുള്ളത്, അതുപോലെ വേറെ കളേഴ്സിലുള്ളതും, ഈ റെഡ് കളർ, അതുപോലെ തന്നെ വേറെ ബ്ലൂ കളർ, ഇതൊക്കെ ഇതൊന്നും ഞാൻ നേരത്തെ കണ്ടിട്ടില്ല കേട്ടോ. ഇതൊക്കെ 59 ദിറംസ് ആണ്. ഇതിപ്പോൾ അവർക്ക് വന്ന പുതിയ സ്റ്റോക്കാണ്. അങ്ങനെ കുറേ ഡിസൈൻസിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ അതിൻ്റെ തന്നെ കപ്പ് ആൻഡ് സോസ് റൂം, ഇതിനൊക്കെ 11 ദിറംസ് ആണ് വരുന്നത്. ഈ റെഡിന് 45 ദിറംസ് ആണ്. ചെറിയ കാസ്റ്റ് അയണിൻ്റെ പോട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. ഞാൻ ഒരെണ്ണം വാങ്ങി. ഇതിൻ്റെ ചെറിയത് ഞാനിപ്പം ടച്ച് ചെയ്തേക്കുന്നതിനേക്കാൾ ചെറുതൊരെണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ കാണിക്കാം കേട്ടോ. ഇതാണ് ഞാൻ വാങ്ങിയത്. പിന്നെ എടുത്ത് പറയേണ്ടതാണ് കേട്ടോ, ഇവരുടെ കട്ടിംഗ് ബോർഡ്സ്, അതും കുറേ വെറൈറ്റീസ് അവർക്കുണ്ട്. കുറേ ഷേപ്പിലും അതുപോലെ തന്നെ ഭയങ്കര നല്ല വലുതും ചെറുതും ഒക്കെ ആയിട്ട്. അത് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ഇവിടുന്ന് ഞാൻ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ട്, നല്ല ക്വാളിറ്റിയാണ്. അതുപോലെ സെർവിങ് ബോർഡ്സ്, ഇതെല്ലാം കട്ടിംഗ് ബോർഡ്സ് ആണ്. കുറേ ഡിഫറെൻറ്റ് റേറ്റ്സ് ആണ്. ഓരോന്നും ഓരോ രീതിയിലുള്ളതാണ്. റൗണ്ട് ആയിട്ടുള്ളതും അതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളതും ഒക്കെ ഈ ഒരു സെക്ഷൻ ഫുൾ കട്ടിംഗ് ബോർഡ്സ് ആണ്. പിന്നെ ഇവർക്ക് ഉള്ളത് സ്പൂണ്, സ്പാച്ചുലാസ്, അതുപോലെ തന്നെ അങ്ങനെ കുറേ ഈ കാണിക്കുന്ന ഐറ്റംസേ അവർക്കുള്ളൂ. പക്ഷേ ഉള്ള ഐറ്റംസ് എല്ലാം നല്ല ക്വാളിറ്റി, അടിപൊളി ഡിസൈൻസും ഒക്കെയാണ്. ഈ ഒരു ഷോപ്പ് വരുന്നത് ഡ്രാഗൺ മാർട്ടിലാണ്. ഡ്രാഗൺ മാർട്ട് 1-ലും അതുപോലെ ഡ്രാഗൺ മാർട്ട് 2-ലും ഇവരുടെ ഷോപ്പുണ്ട്. മൻഫോ എന്നാണ് ഷോപ്പിന്റെ പേര്. അതുപോലെ തന്നെ അജ്മാനിൽ ചൈന സെന്ററിലും ഇവരുടെ ഒരു ഷോപ്പുണ്ട്. നിങ്ങൾ ഡ്രാഗൺ മാർട്ട് 1-ൽ പോവുകയാണെങ്കിൽ ഗേറ്റ് നമ്പർ I കയറിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും IBD05 എന്നും പറഞ്ഞാണ് അവരുടെ ഷോപ്പ് നമ്പർ ഉള്ളത്. ഡ്രാഗൺ മാർട്ട് 2 ആണെങ്കിൽ ഫസ്റ്റ് ഓർ ഗ്രൗണ്ട് ഫ്ലോർ ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അതറിയില്ല. അപ്പം ഗ്രൗണ്ട് ഫ്ലോർ അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ആ എസ്കലേറ്ററിൻ്റെ സൈഡിലായിട്ട് മൻഫോണിൻ്റെ ഒരു ഷോപ്പുണ്ട്. അപ്പം നിങ്ങൾ രണ്ടിടത്തും ചെക്ക് ചെയ്ത് നോക്കുക. ഡ്രാഗൺ മാർട്ട് 1-ൽ ഡ്രാഗൺ മാർട്ട് 2-നേക്കാൾ ചെറിയൊരു ഷോപ്പാണ്. പക്ഷെ രണ്ടിടത്തും സെയിം സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. ഈ പ്ലേറ്റ്സ് ഒക്കെ കണ്ടില്ല, എന്ത് ഭംഗിയാണെന്നറിയാവോ. ഞാൻ ഈ വീഡിയോസിൽ കാണിക്കുന്നതിനേക്കാൾ ഭംഗിയാണ് നമ്മൾ ആ നേരിട്ട് പോയി നമ്മുടെ കയ്യിലെടുത്ത് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ ഓരോരോ ഡിസൈനും ഒക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. ഡെഫിനറ്റായിട്ട് പോയി തന്നെ വിസിറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ വേറെയും കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോസിൽ കാണിക്കുന്നതൊക്കെ. അതുപോലെ ഇവരുടെ ഈ ജാറും എന്താ പറയുക, ഈ കണ്ടെയ്നേഴ്സും ഒക്കെ നല്ല ഭംഗിയാണ്. ഈ ചെറുതിനൊക്കെ 16.5 ആണ്. പക്ഷെ അതിൻ്റെ ക്വാളിറ്റി ഉണ്ട്. നിങ്ങളിപ്പോൾ 1 to 10-ൽ പോകുമ്പോഴത്തേക്ക് ഈ സെയിം സാധനം കാണാം. ബട്ട് ക്വാളിറ്റി ഡിഫറൻസ് ഡെഫിനറ്റ് ആയിട്ടും ഉണ്ട്. പിന്നെ നമ്മൾ ഈ ചതയ്ക്കുന്ന സാധനങ്ങളില്ലേ, ഈ ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെയൊക്കെ ചതച്ച് പേസ്റ്റ് ആക്കുന്ന ഇതുപോലത്തെ, അതൊക്കെ ഈ സാധനമൊക്കെ നല്ല വെയിറ്റ് ആണ് കേട്ടോ. അതും നല്ല വെയിറ്റ് ആണ്. പിന്നെ ഇത് അടച്ചു വെക്കുന്ന രീതിയിലുള്ളത്, അത് ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. അപ്പം അതിനും നല്ല വെയിറ്റ് ആണ്. അപ്പം ഇതിനകത്തൊരു വുഡൻ സ്റ്റാൻഡ് വരുന്നുണ്ട്. അതിൻ്റെ മുകളിലാണ് അവരിത് പ്ലേസ് ചെയ്തേക്കുന്നത്. ഭയങ്കര ഹെവിയാണ്.
പിന്നെ ഇതൊക്കെ വേറെ ഓരോരോ ഷേപ്പിലൊക്കെ ഉള്ള ഓരോരോ പ്ലേറ്റ്സ് ഒക്കെയാണ് കേട്ടോ. ഈ ബ്ലാക്കിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ഡിഫറെൻറ്റ് എന്താ പറയുക, ഒരു ടെക്സ്ചറും ഒക്കെ ഒരു ഡിഫറെൻ്റ് ആണ് കേട്ടോ. പിന്നെ ഇതെന്തോ സംഭവം എന്നൊന്നും മനസ്സിലായില്ല. ഇതിങ്ങനെ വെച്ചേക്കുന്നതാണ്, എനിക്ക് തോന്നുന്നു ഷോ പീസാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ക്രോക്കറി ഐറ്റംസ് ഒക്കെ ഉള്ള ഷോപ്സ് ഞാനിങ്ങനെ തപ്പി കുറേ ഷോപ്സ് അങ്ങനെ എനിക്ക് അറിയാം കേട്ടോ. ഞാനാണെങ്കിൽ എൻ്റെ എനിക്കൊരു ഇൻസ്റ്റഗ്രാം പേജുണ്ട്, ഹോം ഡെക്കോർ ബൈ ഹിബ. പിന്നെ വേറെ ഒരു പേജും കൂടെ ഉണ്ട്, ഹിബ മജീദ് വ്ളോഗ്സ് എന്നും പറഞ്ഞ്. അപ്പോൾ ഈ ഹോം ഡെക്കോർ ബൈ ഹിബയ്ക്കകത്ത് ഞാൻ കുറേ ഇങ്ങനെയുള്ള ഷോപ്സിൻ്റെയും കുറേ ഡീറ്റെയിൽസ് ഒക്കെ ഇടാറുണ്ട്. അതിൻ്റെ കുറച്ച് ഞാനാണെങ്കിൽ യൂട്യൂബിൽ ഇടാറുള്ളൂ. കാരണം യൂട്യൂബ് വീഡിയോ ആകുമ്പോഴത്തേക്ക് കുറേ നമ്മൾ പണിയെടുക്കണം, കുറേ ലെങ്തി വീഡിയോ ഇടണമല്ലോ. അപ്പം ഞാൻ ഇൻസ്റ്റഗ്രാമിലാണ് യൂഷ്വലി ഇടാറ്. അപ്പം നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണാം. നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും നേരത്തെ ഈ ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ, ഷോപ്പിൻ്റെ പേര് മൻഫോ എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് എക്സ്പീരിയൻസ് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കോമെൻറ്റ് ചെയ്യുക. അപ്പം എനിക്ക് തോന്നുന്നില്ല ആർക്കെങ്കിലും ഇഷ്ടപ്പെടാതെ വരുമെന്ന്. കാരണം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഇത് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ പോയിട്ടുണ്ട്, അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ സ്ഥിരമായിട്ട് പോകുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്തേക്കുക. അതുപോലെ എങ്ങനത്തെ വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടത്, ഇപ്പം എന്താ പറയുക, ഡെയിലി വ്ളോഗ് ആണോ അതോ ഡേ ഇൻ മൈ ലൈഫ്, അതോ ഇങ്ങനെ ക്രോക്കറി ഐറ്റംസ് ഷോപ്സിൻ്റെ വീഡിയോസ് ആണോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്താൽ അതിനനുസരിച്ച് എനിക്ക് വീഡിയോ ഇടാനും ഒരു താല്പര്യമായിരിക്കും. അപ്പം see you with another video. Have a nice day. Thank you. Bye.